ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലെറ്റ്സ് ലേൺ സിവിൽ എഞ്ചിനീയറിംഗ് ക്ലാസ് റൂമിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓവർസിയർ ഗ്രേഡ് 3ക്ക് വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഡെയിലി പ്രാക്ടീസ് ക്വസ്റ്റ്യന്റെ 23ാമത്തെ വീഡിയോ ആണിത്. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് കൂടുതലായിട്ടും റെയിൽവേ എഞ്ചിനീയറിംഗുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ചില ക്വസ്റ്റ്യൻസും അതിൻ്റെ എക്സ്പ്ലനേഷനുമാണ് നമ്മൾ നോക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ നോട്ടിഫിക്കേഷൻസ് ലഭിക്കാൻ വേണ്ടി ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പം നമുക്ക് ഇന്നത്തെ ഒന്നാമത്തെ ചോദ്യത്തിലോട്ട് പോകാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സ്പീഡ് ഓഫ് ലോക്കോമോട്ടീവ് ഇൻ ഇന്ത്യ ഓൺ ബ്രോഡ് ഗേജസ്. ഇന്ത്യയിൽ ബ്രോഡ് ഗേജ് സിസ്റ്റത്തിൽ ഒരു ലോക്കോമോട്ടീവിന്റെ സ്പീഡ് എത്രയാണ്? റെയിൽവേ ട്രാക്കിലൂടെ ഓടുന്ന ലോക്കോമോട്ടീവിന്റെ സ്പീഡ് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ബ്രോഡ് ഗേജ് സിസ്റ്റത്തിൽ ലോക്കോമോട്ടീവിന്റെ സ്പീഡ് എന്ന് പറയുന്നത് 96 മുതൽ 120 km/h വരെയാണ്. റെയിൽവേ ട്രാക്കിലൂടെ ഓടുന്ന എല്ലാത്തിനെയും റോൾ ചെയ്യുന്ന എല്ലാത്തിനെയും നമ്മൾ റോളിംഗ് സ്റ്റോക്സ് എന്നാണ് പറയാറ്. റോളിംഗ് സ്റ്റോക്ക് പല രൂപത്തിലുണ്ട്. ലോക്കോമോട്ടീവ് ഉണ്ടാവാം. ലോക്കോമോട്ടീവ് എന്ന് പറഞ്ഞാൽ ശരിക്കും എഞ്ചിനാണ്. ബാക്കിയുള്ള യൂണിറ്റുകളൊക്കെ വലിച്ചുകൊണ്ട് പോകുന്ന എഞ്ചിനെയാണ് നമ്മൾ ലോക്കോമോട്ടീവ് എന്ന് പറയുക. പിന്നെ വാഗണും അതേപോലെ കോച്ചസ് ഒക്കെ ഉണ്ട്. പാസഞ്ചേഴ്സ് ഉള്ളതിനെ കോച്ചസ് എന്ന് പറയും. ഗുഡ്സ് കൊണ്ടുപോകുന്നതിനെ നമ്മൾ വാഗൺസ് എന്ന് പറയും. അപ്പോൾ സാധാരണ ലോക്കോമോട്ടീവിന്റെ സ്പീഡ് ഒരു ബ്രോഡ് ഗേജ് സിസ്റ്റത്തിൽ 96ന്റെയും 120 km/h ഇടയ്ക്കാണ്. ബ്രോഡ് ഗേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീറ്റർ ഗേജിനേക്കാൾ ഗേജ് കൂടിയതാണ് ബ്രോഡ് ഗേജ്. 1.676 ആണ് ബ്രോഡ് ഗേജിന്റെ ഗേജ് ഡിസ്റ്റൻസ് ഉണ്ടാവുക. ഓക്കെ, മീറ്റർ ഗേജ് ആണെങ്കിൽ 1 മീറ്റർ ആയിരിക്കും. നാരോ ഗേജ് അതിനേക്കാൾ കുറവാണ്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ റെയിൽ സെക്ഷൻ ഫസ്റ്റ് ഡിസൈൻഡ് ഇൻ ഇന്ത്യൻ റെയിൽവേ വാസ്. ഇന്ത്യൻ റെയിൽവേയിൽ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള റെയിൽ സെക്ഷൻ ഏതാണ്? നമ്മൾ 3 ടൈപ്പ് റെയിൽ സെക്ഷൻസ് ആണുള്ളത്. ഒന്ന് ഡബിൾ ഹെഡഡ്, രണ്ടാമത്തെ ബുൾ ഹെഡഡ്, മൂന്നാമത്തത് ഫ്ലാറ്റ് ഫൂട്ടഡ്. ഇങ്ങനെ 3 ടൈപ്പ് റെയിൽ സെക്ഷൻസ് ഉണ്ട്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള റെയിൽ സെക്ഷൻ എന്ന് പറയുന്നത് ഡബിൾ ഹെഡഡ് ആണ്. നിങ്ങൾക്ക് ഈ ഫിഗറിൽ കാണാം, ആദ്യത്തേതാണ് ഈ ഡബിൾ ഹെഡഡ്. എന്താണ് ഈ ഡബിൾ ഹെഡഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ റെയിൽവേ ട്രാക്ക് എടുക്കുകയാണെങ്കിൽ ആ റെയിൽവേ ട്രാക്കിനെ ക്രോസ് സെക്ഷനിൽ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ അവിടെ കാണുന്ന സെക്ഷനാണ് റെയിൽ സെക്ഷൻ എന്ന് പറയുന്നത്. നമ്മളവിടെ കാണുന്ന സെക്ഷൻ ഈ താഴത്തെ ഫിഗറിൽ നമുക്ക് നോക്കുന്നത് റെയിൽവേ ട്രാക്കാണ്. ആ ട്രാക്കിനെ കട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പൊ കട്ട് ചെയ്തപ്പോൾ നമ്മൾ ഇവിടെ കാണുന്ന ഈ ഷേപ്പിനെയാണ് നമ്മൾ റെയിൽ സെക്ഷൻസ് എന്ന് പറയാം. ഈ റെയിൽ സെക്ഷൻ ആണ് ഈ 3 തരത്തിലുള്ളത്: ഡബിൾ ഹെഡഡ്, ബുൾ ഹെഡഡ്, ഫ്ലാറ്റ് ഫൂട്ടഡ്. ഡബിൾ ഹെഡഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുകൾ ഭാഗവും താഴ്ഭാഗവും ഹെഡും ഫൂട്ടും ഒരേപോലെയാണ് ഇരിക്കുന്നുണ്ടാവുക. ഇതിന്റെ ഹെഡും അതേപോലെ തന്നെ ഫൂട്ടും ഒരേപോലെ തന്നെയാണ് ഇരിക്കുന്നുണ്ടാവുക. ഇത് സ്ലീപ്പറുമായിട്ട്, സ്ലീപ്പർ എന്ന് പറഞ്ഞാൽ നമ്മൾ റെയിൽ ട്രാക്കിനെ ക്യാരി ചെയ്യുന്ന ആ മെമ്പറിനെയാണ് എന്ത് പറയുന്നത്, നമ്മൾ സ്ലീപ്പർ എന്ന് പറയുന്നത്. അതാണ് ലോഡ് എന്ത് ചെയ്യുന്നത്, താഴത്തോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പം ആ സ്ലീപ്പറും റെയിൽവേ ട്രാക്കും തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഡിവൈസ് ആണ് എന്ത്, ചെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ചെയർ നിർബന്ധമാണ് ഒരു ഡബിൾ ഹെഡഡിലും അതേപോലെ തന്നെ ബുൾ ഹെഡഡിലും എന്താണ്, ചെയർ നിർബന്ധമാണ് ട്രാക്കുമായിട്ട് അതിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി എന്തിനാണ് ഡബിൾ ഹെഡഡ് ഉപയോഗിച്ചിരുന്നത്? പണ്ട് കാലങ്ങളിൽ ഡബിൾ ഹെഡഡ് ഉപയോഗിച്ചിരുന്നത് പിന്നെ റെയിൽവേ ട്രാക്കിൽ മുകൾ ഭാഗത്തൂടെയാണ് എന്ത് ചെയ്യുക, ട്രെയിൻ ട്രാവൽ ചെയ്യുക. താഴ്ഭാഗം എന്ത് ചെയ്തിട്ടുണ്ടാവും, സ്ലീപ്പറുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ടോപ്പ് സർഫസിലൂടെ വെഹിക്കിൾ ഓടിക്കഴിഞ്ഞാൽ, നമ്മുടെ ട്രെയിൻ മൂവ് ചെയ്ത് കഴിയുമ്പോൾ അത് മുകൾ ഭാഗം വേൺ ഔട്ട് ആയി കഴിഞ്ഞാൽ ട്രാക്കിനെ തിരിച്ചു വെച്ച് കഴിഞ്ഞാൽ വീണ്ടും എന്ത് ചെയ്യാം, ആ ട്രാക്കിനെ ഉപയോഗിക്കാം. പക്ഷെ ഇത് ഇനീഷ്യലി അങ്ങനെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തതെങ്കിലും ഇത് അത്ര പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല. കാരണം മുകൾ ഭാഗം വേൺ ഔട്ട് ആയി കഴിഞ്ഞാൽ ആ ട്രാക്കിനെ മുഴുവൻ തിരിച്ചു വെക്കുക എന്ന് പറയുന്നത് പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നില്ല, ഇപ്പോൾ അങ്ങനെ ഡബിൾ ഹെഡഡ് ടൈപ്പ് ഉപയോഗിക്കുന്നില്ല. ഇനി രണ്ടാമത്തെ ഒരു ടൈപ്പാണ് ബുൾ ഹെഡഡ് എന്ന് പറയുന്നത്. ബുൾ ഹെഡഡ് ടൈപ്പ്. ബുൾ ഹെഡഡിന്റെ പ്രത്യേകത, ഹെഡിന് തിക്നെസ് കൂടുതലായിരിക്കും, താഴ്ഭാഗത്ത് എന്തായിരിക്കും, തിക്നെസ് കുറവായിരിക്കും. ഇതിന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചെയർ ആവശ്യമാണ്, സ്ലീപ്പറും അതേപോലെ തന്നെ ട്രാക്കും കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, റെയിൽ സെക്ഷനും കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്തുകൊണ്ടായിരിക്കും ബുൾ ഹെഡഡിന് മുകളിൽ ഹെഡ് കൂടുതൽ വന്നിട്ടുണ്ട്, തിക്നെസ് കൂടുതൽ വന്നതിന്റെ കാരണം നമുക്കറിയാം. മുകൾ ഭാഗമാണ് ഏറ്റവും പെട്ടെന്ന് എന്ത് ചെയ്യുക, വേൺ ഔട്ട് ചെയ്യുക. അതുകൊണ്ട് തന്നെ മുകൾ ഭാഗം പെട്ടെന്ന് തേഞ്ഞ് തീരാതിരിക്കാൻ വേണ്ടിയിട്ട്, അങ്ങനെ ഡിപ്രീസിയേഷൻസ് പെട്ടെന്ന് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ബുൾ ഹെഡ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഇനി മൂന്നാമത്തെ ഒന്നാണ് എന്ത്, ഫ്ലാറ്റ് ഫൂട്ടഡ്. ഫ്ലാറ്റ് ഫൂട്ടഡിന്റെ പ്രത്യേകത നമുക്ക് നോക്കിയാൽ കാണാം. ഇപ്പൊ ഈ താഴത്തെ ഫിഗർ കാണിച്ചിരിക്കുന്നത് ഒരു ഫ്ലാറ്റ് ഫൂട്ടഡ് റെയിൽ സെക്ഷൻ ആണ്. ഫ്ലാറ്റ് ഫൂട്ടഡിൽ താഴ്ഭാഗം എന്താണ്, വളരെ തിന്നറാണ് ആൻഡ് വൈഡറുമാണ്. വളരെ തിക്നെസ് കുറഞ്ഞതുമാണ് എന്നാൽ വീതി കൂടിയതുമാണ് എന്ത്, താഴ്ഭാഗം ഉണ്ടാകുക. മുകൾ ഭാഗം ഹെഡ് എന്ന് പറയുന്നത് എന്താണ്, പിന്നെ ആസ് യൂഷ്വൽ സാധാരണ ഒരു സെക്ഷനിലുള്ള പോലെ തന്നെയാണ് എന്ത് ചെയ്യുക, ഹെഡ് ഉണ്ടാവുക. ഹെഡിന് വീതി അധികം കൂടുതലൊന്നുമില്ല, നോർമൽ
ആണ്. അപ്പോൾ കോമൺലി യൂസ്ഡ് റെയിൽ സെക്ഷൻ എന്ന് പറയുന്നത് ഫ്ലാറ്റ് ഫൂട്ടഡ് ആണ്. ഫ്ലാറ്റ് ഫൂട്ടഡിന് നമ്മൾ നേരത്തെ പറഞ്ഞ ചെയറിന്റെ ആവശ്യമില്ല, സ്ലീപ്പർ ഇതുമായിട്ട് കണക്ട് ചെയ്യാൻ ചെയറിന്റെ ആവശ്യമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ താഴ്ഭാഗം തന്നെ നേരിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഫ്ലാറ്റ് റീജിയൻ ആയതുകൊണ്ട് തന്നെ ഇതിനെ നമുക്ക് സ്പൈക്സ് വെച്ചിട്ട് താഴത്തെ ഇതുമായിട്ട് കണക്ട് ചെയ്യാം, താഴത്തെ സ്ലീപ്പേഴ്സുമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ കോമൺലി യൂസ്ഡ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഫ്ലാറ്റ് ഫൂട്ടഡ് ആണ്. ഫസ്റ്റ്ലി യൂസ്ഡ് ഇൻ ഇന്ത്യ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഡബിൾ ഹെഡഡ് ആണ്. ഓക്കെ, ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ക്രീപ്പിംഗ് ഓഫ് റെയിൽസ് ക്യാൻ ബി ചെക്ക്ഡ് ബൈ. റെയിൽവേയിൽ ഉണ്ടാകുന്ന ഒരു ഡിഫക്റ്റ് ആണ്, റെയിൽവേ ട്രാക്കിൽ ഉണ്ടാകുന്ന ഒരു ഡിഫക്റ്റ് ആണ് ക്രീപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആ ക്രീപ്പിങ്ങിനെ നമുക്ക് എങ്ങനെ പ്രതിരോധിക്കാൻ പറ്റും? റെയിൽവേ ട്രാക്കുകളിൽ ഉപയോഗിക്കുന്ന ചില കണക്ടേഴ്സ് ഒക്കെയാണ് താഴെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഓരോന്ന് ഏതാണെന്ന് നോക്കാം, എന്നിട്ട് ക്രീപ്പിങ്ങിനെ റെസിസ്റ്റ് ചെയ്യുന്നതും ഏതാണെന്ന് നോക്കാം. അപ്പൊ ആദ്യത്തെ നോക്കുക, ചെയർ. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു ടേം ആയിരുന്നു എന്ത്, ചെയർ എന്ന് പറഞ്ഞത്. ചെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ അത് ഉപയോഗിക്കുന്നത് നേരത്തെ പറഞ്ഞു ഡബിൾ ഹെഡഡിലും അതേപോലെ തന്നെ ബുൾ ഹെഡഡ് റെയിൽ സെക്ഷനിലുമാണ് നമ്മൾ എന്ത് ചെയ്യുക, ചെയേഴ്സ് ഉപയോഗിക്കുക. ചെയേഴ്സ് എന്ന് പറഞ്ഞ സാധനം ഈ ഫസ്റ്റ് ഫിഗറിൽ കാണുന്നതാണ് എന്ത്, ചെയർ. ചെയറിലാണ് എന്ത് ചെയ്യുക, ട്രാക്ക് ഘടിപ്പിച്ചിട്ടുണ്ടാവുക. ഈ ട്രാക്ക് ഘടിപ്പിച്ചിട്ടുള്ള എന്താണ്, ചെയറിലാണ്. ആ ചെയർ ആണ് എന്ത് ചെയ്തിരിക്കുന്നത്, താഴെയുള്ള സ്ലീപ്പറുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ നേരത്തെ പറഞ്ഞു ഒരു ഫ്ലാറ്റ് ഫൂട്ടഡ് റെയിൽ സെക്ഷൻ ആണെന്നുണ്ടെങ്കിൽ ചെയറിന്റെ ആവശ്യമില്ല. ചെയർ ഇല്ലാതെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, അത് നേരിട്ട് സ്ലീപ്പേഴ്സിലോട്ട് കണക്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു ബുൾ ഹെഡഡോ ഒരു ഡബിൾ ഹെഡഡോ റെയിൽ സെക്ഷൻ ആണെന്നുണ്ടെങ്കിൽ അവിടെ ഈ ചെയറിലോട്ടാണ് നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നത്, ട്രാക്കിനെ കണക്ട് ചെയ്യുന്നത്. അതിനുശേഷം ചെയർ എന്ത് ചെയ്യും, അത് സ്ലീപ്പറിലോട്ട് കണക്ട് ചെയ്യും. അപ്പോൾ ഇതിന് മുകളിൽ ലോഡ് വന്നു കഴിഞ്ഞാൽ ഈ ചെയർ എന്ത് ചെയ്യും, കുറച്ചും കൂടെ വൈഡർ ആയിട്ടുള്ള ഏരിയയിലോട്ട് ആ ലോഡിന് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് വിടും. അതാണ് ചെയറിന്റെ യൂസ്. ഇനി രണ്ടാമത്തെന്ന് പറയുന്നത് ബെയറിംഗ് പ്ലേറ്റ് ആണ്. ബെയറിംഗ് പ്ലേറ്റ് നമ്മൾ ഉപയോഗിക്കുന്നത് ഫ്ലാറ്റ് ഫൂട്ടഡ് റെയിലുകൾക്കാണ്. നേരത്തെ പറഞ്ഞു ഫ്ലാറ്റ് ഫൂട്ടഡ് റെയിൽ നേരിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, സ്ലീപ്പറിലോട്ട് കണക്ട് ചെയ്യണം. അപ്പോൾ അതിന്റെ താഴെ ഫ്ലാറ്റ് ഫൂട്ടഡ് റെയിലിന്റെ താഴെ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഒരു ബെയറിംഗ് പ്ലേറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. ബെയറിംഗ് പ്ലേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലോഡിന് കുറച്ച് വൈഡർ ഏരിയയിലോട്ട് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. അപ്പം അതുകൊണ്ട് തന്നെ ഈ ബെയറിംഗ് പ്ലേറ്റ് നമ്മൾ കൊടുത്തിട്ടുള്ളത് സാധാരണ വുഡൻ സ്ലീപ്പേഴ്സിലാണ് എന്ത് ചെയ്യുക, പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവുക. ടിമ്പർ ഉപയോഗിച്ച് ഉണ്ടാക്കിയിട്ടുള്ള സ്ലീപ്പേഴ്സിലാണ് നമ്മൾ ബെയറിംഗ് പ്ലേറ്റ് കൊടുത്തിട്ടുണ്ടാവും. സിങ്കിങ് എന്ന് പറഞ്ഞ ഒരു ഡിഫക്റ്റ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ബെയറിംഗ് പ്ലേറ്റ് കൊടുക്കുന്നത്. റെയിലിന്റെ ലോഡൊക്കെ വന്നു കഴിഞ്ഞാൽ ടിമ്പറിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ബെയറിംഗ് പ്ലേറ്റ് കൊടുത്തിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും, പെട്ടെന്ന് അത് സിങ്ക് ആയി പോകും, ട്രാക്ക് സിങ്ക് ആവും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബെയറിംഗ് പ്ലേറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. മൂന്നാമത്തേതെന്ന് പറയുന്നത് ആങ്കേഴ്സ് ആണ്. ഈ മൂന്നാമത്തെ ഫിഗറിൽ കാണുന്നത് എന്താണ്, ആങ്കർ ആണ്. നേരത്തെ ഇവിടെ കണ്ടു, ഇതാണ് ബെയറിംഗ് പ്ലേറ്റ്. നമ്മൾ ഫ്ലാറ്റ് ഫൂട്ടഡ് റെയിലുകളുടെ താഴെ ഇതാണ് ഫൂട്ട്, ബോട്ടം ഫൂട്ട് എന്ന് പറയുന്നത് ഇതാണ് റെയിൽ സെക്ഷന്റെ. അതിന്റെ താഴെയാണ് എന്ത് ചെയ്തിരിക്കുക, ബെയറിംഗ് പ്ലേറ്റ് കൊടുത്തിട്ടുണ്ടാവുക. അത് എന്നിട്ട് എന്ത് ചെയ്യും, സ്ലീപ്പറുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ഇനി ആങ്കേഴ്സ്. ആങ്കേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആങ്കേഴ്സിന്റെ മറ്റൊരു പേര് ആന്റി ക്രീപ്പേഴ്സ് എന്നാണ്. അപ്പൊ ഈ ചോദ്യത്തിന്റെ ഉത്തരം തന്നെ നമുക്ക് ആ വാക്കിൽ നിന്ന് കിട്ടി. ക്രീപ്പിങ്ങിനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആങ്കേഴ്സ് ഉപയോഗിക്കുന്നത്. ഇതാണ് ഒരു റെയിൽ സെക്ഷനിൽ ആങ്കർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി അപ്പൊ ഇതിന്റെ ആൻസർ എന്താണ്, ആങ്കർ ആണ്. ഇനി എന്താണ് ക്രീപ്പിംഗ് എന്ന് പറയുന്നത്? ക്രീപ്പിംഗ് എന്ന് പറഞ്ഞാൽ ട്രെയിൻ മൂവ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക, ആ ട്രാക്കിൽ എന്തുണ്ടാവും, ലോഞ്ചിറ്റ്യൂഡിനൽ മൂവ്മെന്റ് സംഭവിക്കാം. ലോഞ്ചിറ്റ്യൂഡിനൽ ഡയറക്ഷനിൽ ചിലപ്പോൾ ട്രാക്ക് എന്ത് ചെയ്യും, മൂവ് ചെയ്യും. അങ്ങനെ മൂവ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ക്രീപ്പിംഗ് എന്ന് പറയാം. എന്തുകൊണ്ടാണ് മൂവ് ചെയ്യുന്നത്? ഇപ്പോൾ നമ്മൾ സാധാരണ ഒരു വെഹിക്കിൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, ഒരു ട്രെയിന് സ്റ്റാർട്ട് ചെയ്യുകയാണെന്ന് വിചാരിച്ചു. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അത് പിന്നെ ട്രെയിന് ട്രാക്കിനെ ബാക്ക്വേർഡായിട്ട് പുഷ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഫ്രണ്ടിലോട്ട് മൂവ് ചെയ്യുന്നത്. ഇതേപോലെ തന്നെ ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോഴും ട്രാക്കിന് ഫോർവേഡായിട്ട് പുഷ് ചെയ്തിട്ടാണ് നമ്മൾ ട്രെയിനിൽ എന്ത് ചെയ്യുക, ബ്രേക്ക് അപ്ലൈ ചെയ്യുക. അപ്പം ഈ സമയത്തൊക്കെ നമുക്കറിയാം ഒരുപാട് സെക്ഷനുകൾ കണക്ട് ചെയ്തുകൊണ്ട്, ഒരുപാട് ലോഞ്ചിറ്റ്യൂഡിനൽ ലെങ്ത്തുകൾ കണക്ട് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക, ഒരു റെയിൽവേ ട്രാക്ക് ഉണ്ടാക്കിയിട്ടുണ്ടാവുക. അപ്പം ഈ പുഷിങ് സംഭവിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും രണ്ട് ട്രാക്കുകൾക്കിടയിൽ എന്ത് ചെയ്യും, ഗ്യാപ്പ് വീഴാൻ സാധ്യതയുണ്ട്. അപ്പൊ അത്തരത്തിൽ ഉള്ള ലോഞ്ചിറ്റ്യൂഡിനൽ മൂവ്മെന്റിനെ, ആ ക്രീപ്പിംഗ് എന്ന് പറഞ്ഞ ഡിഫക്റ്റിനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ആങ്കേഴ്സ് ഉപയോഗിക്കുക. ആങ്കേഴ്സിന്റെ മറ്റൊരു പേരാണ് ആന്റി ക്രീപ്പേഴ്സ് എന്നുള്ളത്. ഓക്കെ, ഇനി നാലാമത്തെ ഓപ്ഷൻ നോക്കുക, സ്പൈക്സ്. സ്പൈക്ക് എന്ന് പറഞ്ഞാൽ നമ്മളെ ആണികളെയാണ് നമ്മൾ എന്ത് പറയുക, സ്പൈക്ക് എന്ന് പറയാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇതാണ് സ്പൈക്ക്.
അപ്പോൾ സ്പൈക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് റെയിലിനെ വുഡൻ സ്ലീപ്പറുമായിട്ട് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുക, സ്പൈക്സ് ഉപയോഗിക്കുക. സ്പൈക്ക് പല തരത്തിലുള്ള സ്പൈക്കുകളുണ്ട്. ഡോഗ് സ്പൈക്ക് ഉണ്ട്, സ്ക്രൂ സ്പൈക്ക് ഉണ്ട്, റൗണ്ട് സ്പൈക്ക് ഉണ്ട്, ഇലാസ്റ്റിക് സ്പൈക്കുകളുണ്ട്. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ ഡിവൈസ് യൂസ്ഡ് ഫോർ ചേഞ്ച് ദ ഡയറക്ഷൻ ഓഫ് ദ എൻജിൻ ഈസ് കോൾഡ് ആസ്. ഒരു എൻജിന്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഡിവൈസിന്റെ പേരെന്താണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ടേൺ ടേബിൾസ് ആണ്. ഓക്കെ, ആൻസർ ഈസ് ടേൺ ടേബിൾസ്. ഒന്നാമത്തെ ഫിഗറിൽ കാണിച്ചിരിക്കുന്നതാണ് ടേൺ ടേബിൾസ്. ഇതാണ് ടേൺ ടേബിൾ. എന്താണ് ഈ ടേൺ ടേബിൾ? അപ്പോൾ നമുക്കറിയാം, നമ്മൾ സാധാരണ ഒരു റോഡിലൂടെയൊക്കെ വണ്ടി തിരിക്കുന്നത് പോലെ നമുക്ക് റെയിൽവേ ട്രാക്കുകളിൽ വെഹിക്കിൾസിനെ തിരിക്കാൻ കഴിയില്ല, അല്ലേ? ഡയറക്ഷൻ പെട്ടെന്ന് ചേഞ്ച് ചെയ്യാൻ കഴിയില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു റെയിൽവേ ട്രാക്കിലൂടെ വണ്ടി ഫോർവേഡ് ആയിട്ട് മൂവ് ചെയ്യുകയാണെന്ന് വിചാരിച്ചു. അതേ ട്രാക്കിലൂടെ തന്നെ അതിന് തിരിച്ചു വരണമെന്നുണ്ടെങ്കിൽ അത് വേറെ ഏതെങ്കിലും ട്രാക്കിലോട്ട് മാറി അത് റൊട്ടേറ്റ് ചെയ്ത് തിരിഞ്ഞു വന്നാലൊക്കെ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതിന് അതേ ട്രാക്കിലോട്ട് വരാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഡയറക്ഷൻ പെട്ടെന്ന് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, അവിടെ ഉപയോഗിക്കുന്ന ഡിവൈസിനെയാണ് നമ്മൾ ടേൺ ടേബിൾസ് എന്ന് പറയുക. ടേൺ ടേബിൾസ് എങ്ങനെ വർക്ക് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ലോക്കോമോട്ടീവ് അല്ലെങ്കിൽ ആ എഞ്ചിൻ എന്ത് ചെയ്യണം, ഇങ്ങനെ ഈ ട്രാക്കിലൂടെ മൂവ് ചെയ്യണമെന്ന് വിചാരിച്ചോ, ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഒരു റൊട്ടേറ്റിംഗ് ട്രാക്ക് വെച്ചിട്ടുണ്ടാവും. ആ റൊട്ടേറ്റിംഗ് ട്രാക്കിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ടേൺ ടേബിൾസ് എന്ന് പറയുക. ഇതിനെയാണ് നമ്മൾ ടേൺ ടേബിൾ എന്ന് പറയുക. അപ്പോൾ ഇതിലോട്ട് എന്ത് ചെയ്യും, എഞ്ചിൻ മൂവ് ചെയ്യും. ഈ ട്രാക്കിലൂടെ വന്നിട്ട് എന്ത് ചെയ്യും, ഇവിടെയുള്ള ഈ ട്രാക്കിലോട്ട് നേരെ അതങ്ങനെ കയറി നിൽക്കും. കയറി നിന്നതിന് ശേഷം എന്ത് ചെയ്യും, നമ്മൾ ഈ ടേബിൾ റൊട്ടേറ്റ് ചെയ്യും. ടേബിൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇത് ഈ ഡയറക്ഷനിലാണ് മൂവ് ചെയ്യണമെങ്കിൽ ആ ടേബിൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, തിരിച്ചത് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ അതിൻ്റെ ഡയറക്ഷൻ ആയിട്ടുണ്ടാവും. എന്നിട്ട് എന്ത് ചെയ്യുക, തിരിച്ച് അതേ ട്രാക്കിലൂടെ തന്നെ അതിന് മൂവ് ചെയ്യാം. ഇനി ഇതല്ല, ഈ ഡയറക്ഷൻ അല്ലെങ്കിലും ഈ ഡയറക്ഷനിലോട്ടും വേണമെങ്കിൽ എന്ത് ചെയ്യുക, അതിന് മൂവ് ചെയ്യുക. അതിലോട്ട് കയറി നിന്ന് കഴിഞ്ഞാൽ ഇത് എന്ത് ചെയ്ത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ഇതിലോട്ട് മൂവ് ചെയ്യാം. അപ്പോൾ നമുക്കറിയാം, സാധാരണ ഷാർപ്പായിട്ടുള്ള കർവുകളൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, ട്രെയിനിന് തിരിക്കാൻ പറ്റില്ല. ലാർജ് റേഡിയസ് ഉള്ള കർവുകളാണ് റെയിൽവേ ട്രാക്കുകളിൽ ഉപയോഗിക്കുക. അപ്പോൾ പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യണം, പിന്നെ എഞ്ചിന് തിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ആ ഡിവൈസിനെയാണ് നമ്മൾ ടേൺ ടേബിൾസ് എന്ന് പറയാം. സാധാരണ സ്പേസ് കുറവുള്ള, ഇപ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ റെയിൽവേ ട്രാക്കുകൾ കൊടുക്കാൻ സ്പേസ് വളരെ കുറവായിരിക്കും. അപ്പോൾ അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെയാണ് നമ്മൾ ടേൺ ടേബിൾസ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ഇനി രണ്ടാമത്തെ ഒന്നാണ് ടേൺ ഔട്ട്. ടേൺ ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രാക്കിൽ നിന്ന് മറ്റൊരു ട്രാക്കിലേക്ക് ട്രെയിനിനെ മൂവ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടേൺ ഔട്ടുകൾ ഉപയോഗിക്കുന്നത്. രണ്ടാമത്തെ ഫിഗറിൽ കാണിച്ചിരിക്കുന്നതാണ് ടേൺ ഔട്ട്. ഇപ്പം ഇവിടെ ഇതൊരു ട്രാക്കാണ്, അല്ലേ? ഇതൊരു ട്രാക്കിലൂടെയാണ് വരുന്നത്. ഇവിടെ എത്തുമ്പോൾ എന്ത് ചെയ്യാണ്, അത് 3 ട്രാക്കായി തിരിയാണ്. ഒന്ന് ഈ ഡയറക്ഷനിൽ പോകുന്നു, ഒന്ന് നേരെ പോകുന്നു, ഒന്ന് റൈറ്റ് സൈഡിലോട്ട് പോകുന്നു. ഇങ്ങനെ 3 ട്രാക്കായിട്ട് തിരിയാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, എല്ലാ ട്രെയിനുകളും ഇവിടെ വന്നിട്ട് ഒരു ട്രാക്കിലൂടെ മാത്രമല്ല എന്ത് ചെയ്യുന്നത്, ഇതിലൂടെ കടന്നു പോകുന്നത്. ഇവിടെ വന്നതിന് ശേഷം അത് എന്ത് ചെയ്യും, ചിലപ്പോൾ ലെഫ്റ്റിലോട്ട് തിരിഞ്ഞു പോകും, ചിലപ്പോൾ റൈറ്റിലോട്ട് തിരിഞ്ഞു പോകും, ചിലപ്പോൾ നേരെ പോകും. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഡിവൈസിനെയാണ് ടേൺ ഔട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ആ ടേൺ ഔട്ട് ഏത് ഡയറക്ഷനിലോട്ടാണ് നമ്മൾ തിരിച്ചു വെക്കുന്നത്, ആ ഡയറക്ഷനിലൂടെ ട്രെയിൻ മൂവ് ചെയ്യും. അപ്പോൾ ഇവിടെ ടേൺ ഔട്ടും ടേൺ ടേബിളും തമ്മിൽ കൺഫ്യൂഷൻ ആവരുത്. ഒന്ന് ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാനെന്ന് പറഞ്ഞിട്ടാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക. ഒരു ട്രാക്കിൽ നിന്ന് വേറൊരു ട്രാക്കിലേക്ക് സ്വിച്ച് ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ ടേൺ ഔട്ട് എന്നാണ്. ഇനി ബാക്കിയുള്ള ഓപ്ഷൻ നോക്കാം. ഒന്ന് ബഫർ സ്റ്റോപ്പ്. ബഫർ സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും, റെയിൽവേ ട്രാക്കുകളുടെയൊക്കെ ചില ട്രാക്കുകളൊക്കെ തീരുന്ന സ്ഥലങ്ങളിൽ, സാധാരണ റെയിൽവേ സ്റ്റേഷനുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ, വലിയ റെയിൽവേ സ്റ്റേഷനുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ബഫർ സ്റ്റോപ്പുകൾ കാണാം. ഇതുപോലുള്ള ട്രാക്കുകളിലാണ് നമ്മൾ വെഹിക്കിൾ കൊണ്ടുപോയിട്ട് നിർത്തിയിടുന്നത്. അപ്പം നിർത്തിയിടുമ്പോൾ അവിടെ എന്ത് ചെയ്യും, ഒരു ഡിവൈസ് വെച്ചിട്ടുണ്ടാവും. ഈ ട്രാക്ക് എന്ത് ചെയ്യാണ്, ഇവിടെ എൻറ്റിയാണ്. ഫിസിക്കലി അത് എന്ത് ചെയ്യാണ്, ഇവിടെ എൻറ്റിയാണ്. അപ്പോൾ ഇതിൻ്റെ അപ്പുറത്തോട്ട് ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ആ വെഹിക്കിൾ മൂവ് ചെയ്യാൻ പാടില്ല. അതിനെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ള ഡിവൈസാണ് ബഫർ സ്റ്റോപ്പ് എന്നുള്ളത്. ഓക്കെ, ആ പോസ്റ്റിന് അപ്പുറത്തോട്ട് എന്ത് ചെയ്യാൻ പാടില്ല, വെഹിക്കിൾ മൂവ് ചെയ്യാൻ പാടില്ല. കാരണം എന്തില്ല, അവിടെ ഫിസിക്കലി അവിടെ ട്രാക്ക് ഇല്ല. ഈ ബഫർ സ്റ്റോപ്പിന് പല പേരുകളുണ്ട്. ബമ്പർ എന്ന് പറയും, ബമ്പിംഗ് പോസ്റ്റ് എന്ന് പറയും, ബമ്പിംഗ് ബ്ലോക്ക് എന്ന് പറയും, സ്റ്റോപ്പ് ബ്ലോക്ക് എന്നൊക്കെ എന്ത് ചെയ്യാറുണ്ട്, ഇതിന് പറയാറുണ്ട്. ഇനി നാലാമത്തെ ഓപ്ഷൻ നോക്കുക, സ്കോച്ച് ബ്ലോക്ക്. സ്കോച്ച് ബ്ലോക്കും ഇപ്പോൾ പറഞ്ഞ അതേ യൂസ് ആണുള്ളത്. നാലാമത്തെ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന ഒരു സ്കോച്ച് ബ്ലോക്കാണ്. ഇതുപോലെയല്ല, പല ഷേപ്പിൽ സ്കോച്ച് ബ്ലോക്കുകൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. സ്കോച്ച് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഒരു ബ്ലോക്കാണ്, അല്ലെങ്കിൽ ഒരു വെഡ്ജ് ഷേപ്പിൽ നമ്മൾ റെയിൽവേ ട്രാക്കിൽ ടെമ്പററി ആയിട്ട് ഫിക്സ് ചെയ്യുന്ന ഒരു ഡിവൈസാണ് എന്ത്, സ്കോച്ച് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ. നമ്മൾ ഇതേപോലെ ബമ്പേഴ്സ് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ബഫർ സ്റ്റോപ്പുകൾ കൊടുക്കുമ്പോൾ ആ ബഫർ സ്റ്റോപ്പ് എത്തുന്നതിന് മുമ്പ് ട്രെയിനിനെ നിർത്താൻ വേണ്ടിയിട്ട്, ഇപ്പോൾ ഈ ഭാഗത്തൊക്കെ ആയിട്ടാണ് കൊടുത്തിട്ടുണ്ടാവുക, ട്രെയിനിനെ നിർത്താൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ട്രെയിനിൻ്റെ വീല് എന്ത് ചെയ്യാൻ പാടില്ല, ഇതിനെ പാസ് ചെയ്ത് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന
ആ വെഡ്ജ് ഷേപ്പുള്ള ഒരു ടെമ്പററി ബ്ലോക്കിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്കോച്ച് ബ്ലോക്ക് എന്ന് പറയുന്നത്. ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ സൈഡ് സ്ലോപ്പ് ഫോർ എംബാങ്ക്മെന്റ് ഓഫ് റെയിൽവേ ട്രാക്ക് ഈസ് ടേക്കൺ ആസ്. ഒരു റെയിൽവേ ട്രാക്ക് കൊടുക്കുന്ന എംബാങ്ക്മെന്റിന്, ഒരു എംബാങ്ക്മെന്റിലൂടെ റെയിൽവേ ട്രാക്ക് പോകുന്നുണ്ടെങ്കിൽ അതിന് കൊടുക്കുന്ന, ആ എംബാങ്ക്മെന്റിന് കൊടുക്കുന്ന സൈഡ് സ്ലോപ്പ് എത്രയാണ്? ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് 2:1 ആണ്. ഒരു എംബാങ്ക്മെന്റിലാണ് നമ്മൾ റെയിൽവേ ട്രാക്ക് നിൽക്കുന്നതെങ്കിൽ എംബാങ്ക്മെന്റിന്റെ സൈഡ് സ്ലോപ്പ് എന്ന് പറയുന്നത് 2:1 ആണ്. എന്നാൽ അതൊരു കട്ടിങ്ങിലാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ അതിന്റെ വാല്യൂ 1.5:1 ആണ്. കട്ടിങ്ങിലാണ് എന്നുണ്ടെങ്കിൽ അതിന്റെ വാല്യൂ 1.5:1 ആണ്. എംബാങ്ക്മെന്റിലാണെന്നുണ്ടെങ്കിൽ അതിന്റെ സൈഡ് സ്ലോപ്പ് എന്ന് പറയുന്നത് 2:1 ആണ്. ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ മിനിമം ഡെപ്ത് ഫോർ ബല്ലാസ്റ്റ് ഫോർ BG ട്രാക്സ് ഇൻ ഇന്ത്യ ഈസ്. എന്താണ് ഈ BG ട്രാക്ക്? ബ്രോഡ് ഗേജ് എന്നാണ് BG എന്നുള്ളതിന്റെ ഫുൾ ഫോം. അപ്പൊ നമ്മൾ BG ട്രാക്കുകളിൽ, ബ്രോഡ് ഗേജിന്റെ ട്രാക്കുകളിൽ നമ്മൾ ബല്ലാസ്റ്റിന്റെ ഡെപ്ത് എത്രയാണ് കൊടുക്കുക? അതാണ് ചോദ്യം. എന്താണ് ഈ ബല്ലാസ്റ്റ്? ബല്ലാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്ലുകളാണ്. നമ്മൾ റെയിൽവേ ട്രാക്കുകളിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ടാവും, ഇതേപോലത്തെ കല്ലുകൾ കൂട്ടിയിട്ടുണ്ട് കണ്ടിട്ടുണ്ടാവും. ഈ സൈഡിൽ മാത്രമല്ല അതിന്റെ ചുറ്റും കൊടുത്തിട്ടുണ്ടാവും. അതിന്റെ താഴെ, സ്ലീപ്പറിന്റെ താഴെ കൊടുത്തിട്ടുണ്ടാവും. അതേപോലെ തന്നെ ഈ റെയിൽവേ ട്രാക്കിന്റെ സൈഡുകളിലൂടെ ഒക്കെ എന്ത് ചെയ്യുന്നുണ്ടാവും, ഇതേപോലത്തെ സ്റ്റോൺസിന്റെ പെബിൾസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. എന്തിനാണ് നമ്മളത് കൊടുക്കുന്നത്? നമുക്കറിയാം റെയിൽവേ ട്രാക്ക് സ്ലീപ്പറിലൂടെയാണ് പോണത്. അത് നേരിട്ട് മണ്ണിലോട്ട് എന്ത് ചെയ്യാണ്, മണ്ണിലോട്ടാണ് എന്ത് ചെയ്യുക, ലോഡ് ട്രാൻസ്ഫർ ചെയ്യുക. നേരിട്ട് മണ്ണിലോട്ട് ലോഡ് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ ലോഡ് കൂടി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ എന്ത് ചെയ്യും, അവിടെ ഇരുന്ന് പോകും. അപ്പം അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, ആ ലോഡിനെ ബെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, അതിൻ്റെ താഴെയൊക്കെ ഇതേപോലത്തെ പെബിൾസ് കൊടുത്തിട്ടുണ്ടാവും, കല്ലിൻ്റെ കഷ്ണങ്ങൾ കൊടുത്തിട്ടുണ്ടാവും. അതിനെയാണ് നമ്മൾ എന്ത് പറയുക, ബല്ലാസ്റ്റ് എന്ന് പറയാം. അപ്പോൾ ബല്ലാസ്റ്റിന്റെ യൂസ് എന്താണ്? ഒന്ന്, അതിന് ലോഡ് എടുക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ മൂവിങ് വെഹിക്കിൾ ആയതുകൊണ്ട് വളരെയേറെ ഷോക്സും വൈബ്രേഷനും ഉള്ള ഒരു വെഹിക്കിളാണ് എന്ത്, ട്രെയിൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ ഷോക്സിനെയും വൈബ്രേഷനൊക്കെ പെട്ടെന്ന് അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ബല്ലാസ്റ്റ് പ്രൊവൈഡ് ചെയ്യും. വെള്ളത്തിനെ പ്രോപ്പറായിട്ട് ഡ്രെയിൻ ചെയ്ത് കളയാൻ വേണ്ടിയിട്ട് ബല്ലാസ്റ്റ് ഉപയോഗിക്കും. അതിൻ്റെ തൊട്ടടുത്തൊന്നും വെജിറ്റേഷൻസ് പൊങ്ങി വരാതിരിക്കാൻ വേണ്ടിയിട്ട് ബല്ലാസ്റ്റ് ഉപയോഗിക്കുന്നതുകൊണ്ട് ഒരുപാട് എന്തുണ്ട്, ഗുണങ്ങളുണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അതെന്ത് ചെയ്യും, ലോഡിന് എടുക്കും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ ബല്ലാസ്റ്റ് കൊടുക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, സൈഡിൽ മാത്രമല്ല ആ റെയിൽവേ ട്രാക്കിന്റെ സ്ലീപ്പേഴ്സിന്റെ താഴെയൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടാവും, ബല്ലാസ്റ്റ് കൊടുത്തിട്ടുണ്ടാവും. ആ ബല്ലാസ്റ്റിന്റെ താഴെയാണ് എന്ത് ചെയ്യുക, സോയിൽ അപ്ഗ്രേഡ് ഉണ്ടാവുക. അപ്പോൾ ഈ ബല്ലാസ്റ്റിന് എത്രയാണ് നമ്മൾ ഡെപ്ത് കൊടുക്കേണ്ടത് എന്നാണ്, മിനിമം ഡെപ്ത് എത്രയാണ് കൊടുക്കേണ്ടത് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ടേബിൾ നിങ്ങൾക്ക് കാണാം. ബ്രോഡ് ഗേജ്, മീറ്റർ ഗേജ്, നാരോ ഗേജ് മൂന്നെണ്ണത്തിനും കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഡെപ്ത് ഓഫ് ബല്ലാസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബ്രോഡ് ഗേജിനാണെങ്കിൽ 20 to 25 സെന്റിമീറ്റർ ആണ്. മീറ്റർ ഗേജിനാണെന്നുണ്ടെങ്കിൽ 15 to 20 സെന്റിമീറ്റർ ആണ്. ഡെപ്ത് ആണ് പറയുന്നത് കേട്ടോ. ഡെപ്ത് എന്ന് പറഞ്ഞാൽ സ്ലീപ്പറിന്റെ താഴ്ഭാഗം മുതൽ സബ് ഗ്രേഡിന്റെ ടോപ്പ് വരെയുള്ള ഹൈറ്റിനെയാണ് നമ്മൾ ഡെപ്ത് എന്ന് പറയുന്നത്. 15 to 20 സെന്റിമീറ്റർ ആണ് മീറ്റർ ഗേജിൽ. നാരോ ഗേജിലാണെങ്കിൽ അത് 15 സെന്റിമീറ്റർ ആണ്. ചിലപ്പോൾ ഒരു വാല്യൂ മാത്രമേ തന്നിട്ടുണ്ടാവുള്ളൂ. ചില ടെക്സ്റ്റ് ബുക്കുകളിലൊക്കെ ബ്രോഡ് ഗേജിന് 20 എന്ന് വന്നിട്ടുണ്ടാവും, മീറ്റർ ഗേജിന് 15 എന്ന് വന്നിട്ടുണ്ടാവും, നാരോ ഗേജിന് 15 എന്ന് വന്നിട്ടുണ്ടാവും. ഓക്കെ, ഇപ്പോൾ 20 to 25 ആണ് ബ്രോഡ് ഗേജ്, മീറ്റർ ഗേജ് ആണെങ്കിൽ 15 to 20 ആണ്, നാരോ ഗേജ് ആണെങ്കിൽ 15 സെന്റിമീറ്റർ ആണ്. ഇനി ഇതിന്റെ ആൻസർ ഏതാണ് അപ്പോൾ വരിക? അപ്പോൾ നമുക്കറിയാം ബ്രോഡ് ഗേജ് ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ 20 to 25 എന്നാണ്. ഇവിടെ ഓപ്ഷനിൽ 20 ഉണ്ട്, 25 ഉണ്ട്. ഇതിന്റെ ആൻസർ PSCയുടെ ആൻസർ കീയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത് 25 സെന്റിമീറ്റർ എന്നാണ്. പക്ഷെ നമുക്ക് എന്താവും, കൺഫ്യൂഷൻ ആവും. കാരണം ഇവിടെ മിനിമം ഡെപ്ത് ആണ് ചോദിച്ചിട്ടുള്ളത്. മിനിമം എത്ര പ്രൊവൈഡ് ചെയ്യണം? അപ്പോൾ ആൻസർ വരേണ്ടത് എത്രയാണ്, 20 സെന്റിമീറ്റർ ആണ്. പക്ഷെ PSCയുടെ ആൻസർ കീയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത് 25 സെന്റിമീറ്റർ ആണ്. ഇപ്പൊ ഇതിൽ 20 ആയിരുന്നു ആൻസർ വരേണ്ടത്, എന്നിട്ടും 25 ആണ് ആൻസർ കീയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കോണിംഗ് ഓഫ് വീൽസ് ഈസ് ഡൺ വിത്ത് എ ടേപ്പർ ഓഫ് അബൌട്ട്. കോണിംഗ് ഓഫ് വീൽസ് എത്ര ചെരുവിലാണ് നമ്മൾ കൊടുക്കാറുള്ളത് എന്നാണ് ചോദ്യം. എന്താണ് ഈ കോണിംഗ് ഓഫ് വീൽസ്? കോണിംഗ് ഓഫ് വീൽ എന്ന് പറഞ്ഞാൽ ട്രെയിനിന്റെ വീല് നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ ഷേപ്പ് ഒരിക്കലും ഫ്ലാറ്റ് ആയിരിക്കില്ല. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് കാണാം, അതൊരു ട്രെയിനിന്റെ വീലാണ് കൊടുത്തിട്ടുള്ളത്. ഈ വീലിന്റെ ഈ സൈഡ് എന്താണ്, ചെരിച്ചിരിക്കുകയാണ്, ടേപ്പർ ചെയ്തിരിക്കുകയാണ്. എന്തിനാണ് അങ്ങനെ ഒരു കോൺ ഷേപ്പിലോട്ട് അതിനെ ടേപ്പർ ചെയ്തിരിക്കുന്നത്? എത്ര സ്ലോപ്പിലാണ് അത് ടേപ്പർ ചെയ്തിട്ടുള്ളതെന്നാണ് ചോദ്യം. ആൻസർ 1/20 ആണ്. എന്തിനാണ് ഇങ്ങനെ ടേപ്പർ ചെയ്തിട്ടുണ്ടാവുക? കർവുകൾ തിരിയുന്ന സമയത്ത് ഫ്ലാറ്റ് ആയിട്ടാണ് നമ്മൾ വീൽസ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ഡീറെയിൽമെന്റിനുള്ള സാധ്യത വളരെ കൂടുതലാണ്.
അപ്പോൾ ഈ ഡീറെയിൽമെന്റ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, അതിന്റെ വീലുകളെ ടാപ്പർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അത് 1/20 കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഒരു കർവിലാണ് നമ്മൾ എന്ത് ചെയ്തിട്ട്, കർവിലാണ് നമുക്ക് ഇതിന്റെ ഏറ്റവും കൂടുതൽ ഉപയോഗം വരുന്നത്. അത് മാത്രമല്ല, നമുക്ക് ആ ട്രാക്കിൽ ആ ട്രെയിനിനെ കൃത്യമായിട്ട് സെൻട്രൽ പൊസിഷനിൽ പിടിച്ചു നിർത്തുന്നതും ഈ കോണിങ് കാരണമാണ്. ഓക്കെ, ഇനി 8ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇത്രയാണ് ഇപ്പോൾ റെയിൽവേ പറഞ്ഞത്, അത്രയേ ഉള്ളൂ. ഇനി ബിൽഡിംഗ് മെറ്റീരിയൽസിൽ നിന്നുള്ള ചോദ്യമാണ് അടുത്ത ചോദിച്ചിട്ടുള്ളത്. ഒന്ന് ക്വസ്റ്റ്യൻ നോക്കുക. 8ാമത്തെ ക്വസ്റ്റ്യൻ, ദ ഫസ്റ്റ് ക്ലാസ് ബ്രിക്ക് ഷുഡ് ഹാവ് എ മിനിമം ക്രഷിംഗ് സ്ട്രെങ്ത് ഓഫ്. കോമൺ ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഒരു ഫസ്റ്റ് ക്ലാസ് ബ്രിക്കിന് ഉണ്ടാവേണ്ട മിനിമം ക്രഷിംഗ് സ്ട്രെങ്ത് എത്രയാണ്? നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ടാവും. ഫസ്റ്റ് ക്ലാസ് ബ്രിക്കിന്റെ ക്രഷിംഗ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് 10.5 ആണ്. മിനിമം ഒരു ബ്രിക്കിന് ഉണ്ടാവേണ്ടത് 3.5 ആണ് ന്യൂട്ടൺ പെർ mm². ഒരു ഫസ്റ്റ് ക്ലാസ് ബ്രിക്കിന് ഉണ്ടാവേണ്ട മിനിമം ക്രഷിംഗ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് 10.5 ന്യൂട്ടൺ പെർ mm² ആണ്. അങ്ങനെയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടാവുക. പക്ഷെ ഓപ്ഷനിൽ 10.5 ന്യൂട്ടൺ പെർ mm² എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ആൻസറിൽ ഇല്ല, ഓപ്ഷൻ തന്നിട്ടില്ല. ആകെ തന്നിട്ടുള്ള എല്ലാം കിലോഗ്രാം പെർ സെന്റിമീറ്റർ². അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, 10.5 ന്യൂട്ടൺ പെർ mm² എന്നുള്ളതിനെ എന്താക്കി മാറ്റുക, കിലോഗ്രാം പെർ സെന്റിമീറ്റർ² ആക്കി മാറ്റുക. ശരിക്കും മനസ്സിലാക്കുക, ന്യൂട്ടൺ പെർ mm²നെ കിലോഗ്രാം പെർ സെന്റിമീറ്റർ² ആക്കുക. ന്യൂട്ടനെ കിലോഗ്രാം ആക്കാൻ വേണ്ടിയിട്ട് ഡിവൈഡഡ് ബൈ 10 ചെയ്യുക. 9.81 വെച്ചിട്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. പക്ഷെ പെട്ടെന്ന് വാല്യൂ കിട്ടാൻ വേണ്ടി ഡിവൈഡഡ് ബൈ 10 ചെയ്യുക. മില്ലിമീറ്ററിൽ തന്നിട്ടുള്ളതിന് സെന്റിമീറ്റർ ആക്കാൻ വേണ്ടിയിട്ട് ഡിവൈഡഡ് ബൈ 10 ആണ് ചെയ്യേണ്ടത്. സെന്റിമീറ്റർ² ഉള്ളതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം, ഡിവൈഡഡ് ബൈ 100 ചെയ്യണം. പക്ഷേ ഡിനോമിനേറ്ററിലാണ് ഡിവൈഡഡ് ബൈ 100 ചെയ്യേണ്ടത് എന്നുള്ളതുകൊണ്ട് അതെന്ത് ചെയ്യും, മുകളിലോട്ട് വരും. അതുകൊണ്ട് തന്നെ ആൻസർ 10.5 × 10 ഡിവൈഡഡ് ബൈ 10 എന്ന് വരും. അപ്പോൾ അതിന്റെ ആൻസർ എത്ര കിട്ടും, 105 കിലോഗ്രാം പെർ സെന്റിമീറ്റർ² എന്ന് വരും. നിങ്ങൾ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കിലോഗ്രാം പെർ സെന്റിമീറ്റർ², ന്യൂട്ടൺ പെർ mm² ഉള്ളതിനെ കിലോഗ്രാം പെർ സെന്റിമീറ്റർ² ആക്കി കൺവേർട്ട് ചെയ്താൽ മതി. അപ്പോൾ ഏതെങ്കിലും ഒരു വാല്യൂ പഠിക്കുക, എന്നിട്ട് കൺവേർട്ട് ചെയ്തിട്ട് കണ്ടുപിടിക്കുക. ഇതിപ്പോൾ കിലോഗ്രാം പെർ സെന്റിമീറ്റർ² തന്നെ ചോദിച്ചോളണമെന്നില്ല, ചിലപ്പോൾ കിലോഗ്രാം പെർ മീറ്റർ² ചോദിക്കാം. എങ്ങനെ വേണേലും എന്ത് ചെയ്യാം, അവർക്ക് വാല്യൂസ് തരാം. അപ്പോൾ ഏതെങ്കിലും ഒന്ന് പഠിക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, അതിനെ കൺവേർട്ട് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് ക്ലാസ് ബ്രിക്കിന്റെ മിനിമം ക്രഷിംഗ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് 10.5 ന്യൂട്ടൺ പെർ mm² ആണ്, അല്ലെങ്കിൽ 105 കിലോഗ്രാം പെർ സെന്റിമീറ്റർ² ആണ്. ഇനി 9ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ക്യുക്ക് ലൈം എന്താണ്? കാർബണേറ്റ് ഓഫ് ലൈം. കാർബണേറ്റ് ഓഫ് ലൈം എന്ന് പറഞ്ഞാൽ ലൈം സ്റ്റോൺ ആണ്. ഓക്സൈഡ് ഓഫ് ലൈം, പ്രൊഡക്റ്റ് ലെഫ്റ്റ് ആഫ്റ്റർ കാൽസിനേഷൻ ഓഫ് പ്യുവർ ലൈം സ്റ്റോൺ. ശരിക്കും ആപ്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, പ്രൊഡക്റ്റ് ലെഫ്റ്റ് ആഫ്റ്റർ കാൽസിനേഷൻ ഓഫ് പ്യുവർ ലൈം സ്റ്റോൺ. നമുക്കറിയാം ക്യുക്ക് ലൈം എന്ന് പറയുന്നത് ഏറ്റവും പ്യുവറസ്റ്റ് ഫോം ഓഫ് ലൈം ആണ് ക്യുക്ക് ലൈം. എങ്ങനെയാണ് ക്യുക്ക് ലൈം ഉണ്ടാവുന്നത്? ലൈം സ്റ്റോണിനെ കാൽസിനേറ്റ് ചെയ്യുമ്പോൾ, കാൽസിനേഷൻ എന്ന് പറഞ്ഞാൽ ഹീറ്റിംഗ് ടു റെഡ്നെസ് ആണ് അല്ലേ, നന്നായിട്ട് ചൂടാക്കുമ്പോൾ അതിൽ നിന്ന് നമുക്ക് കിട്ടുന്നതാണ് ലൈമും അതേപോലെ തന്നെ കാർബൺ ഡയോക്സൈഡും. ഇതിൽ ആ കിട്ടുന്ന ലൈമാണ് എന്ത്, CaO എന്ന് പറയുന്നത് ക്യുക്ക് ലൈമാണ്. പക്ഷെ ക്യുക്ക് ലൈമിന് ഒരു പ്രത്യേകത ഉണ്ട്. എന്താണ്? ക്യുക്ക് ലൈം ഒരിക്കലും പ്രാക്ടിക്കലി പോസിബിൾ അല്ല. പ്രാക്ടിക്കലി പോസിബിൾ അല്ല എന്ന് പറയാനുള്ള കാരണം, ക്യുക്ക് ലൈം ഒരിക്കലും സ്റ്റേബിൾ അല്ല. അതുകൊണ്ട് തന്നെ അതിന് ആ സ്റ്റേജിൽ നിൽക്കാൻ കഴിയില്ല. പെട്ടെന്ന് എന്ത് ചെയ്യും, ക്യുക്ക് ലൈം അറ്റ്മോസ്ഫിയറിലുള്ള മോയ്സ്ചറുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് സ്ലേക്കിങ് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, അല്ലെങ്കിൽ ചെറിയ ഇമ്പ്യൂരിറ്റീസ് ഇല്ലാത്ത ലൈമുകളെ ഒരിക്കലും സ്റ്റേബിൾ ആയിട്ട് നിർത്താൻ കഴിയില്ല. അപ്പൊ തീരെ ഇമ്പ്യൂരിറ്റി ഇല്ലാത്ത ഒരു ലൈമാണ് എന്ത്, ക്യുക്ക് ലൈം എന്നുള്ളത്. അപ്പൊ പ്യുവർ ലൈം സ്റ്റോണിനെ കാൽസിനേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് ആണ് എന്ത്, ക്യുക്ക് ലൈം എന്ന് പറയുന്നത്. അത് വെള്ളവുമായിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, വെള്ളവുമായിട്ട് ആഡ് ചെയ്യൽ തുടങ്ങിക്കഴിഞ്ഞാൽ അതിന് സ്ലേക്ക്ഡ് ലൈം എന്നാണ് നമ്മൾ പറയുക. സ്ലേക്കിംഗ് എന്ന് പറഞ്ഞാൽ വെള്ളത്തിനെ വലിച്ചെടുക്കുകയും അതിന്റെ വോളിയം ഇൻക്രീസ് ചെയ്യുന്നതിനാണ് നമ്മൾ സ്ലേക്കിംഗ് എന്ന് പറയാം അല്ലേ. അപ്പൊ ലൈമിൽ വെള്ളം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് സ്ലേക്കിംഗ് എന്ന് പറയും. അപ്പൊ ഇതിന്റെ ക്യുക്ക് ലൈം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് എ പ്രൊഡക്റ്റ് ആഫ്റ്റർ ദ കാൽസിനേഷൻ ഓഫ് പ്യുവർ ലൈം സ്റ്റോൺ. പ്യുവർ ലൈം സ്റ്റോണിനെ കാൽസിനേറ്റ് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് ആണ് എന്ത്, ക്യുക്ക് ലൈം എന്ന് പറയുന്നത്. ഇനി 10ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഗ്ലേസിംഗ് ഈസ് യൂസ് ടു മേക്ക് ദ എർത്തേൺവെയർ. എർത്തേൺവെയറിൽ ഗ്ലേസിംഗ് എന്ന് പറഞ്ഞ പ്രോസസ്സ് ചെയ്യുന്ന എന്താണ്? ഗ്ലേസിംഗ് എന്ന് പറഞ്ഞാൽ ഒരു കോട്ടിംഗ് ആണ്. അത് എന്തിനാണ് നമ്മൾ ചെയ്യുന്നത്? എന്താണ് ഈ എർത്തേൺവെയർ എന്ന് ആദ്യം പറയാം. എർത്തേൺവെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഉള്ള ക്ലേ ആണ്. ആ ക്ലേനെ ലോ ടെമ്പറേച്ചറിൽ നമ്മൾ ഹീറ്റ് ചെയ്യുകയും പതുക്കെ തണുപ്പിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് എന്ത്, എർത്തേൺവെയർ. എർത്തേൺവെയർ വളരെ സോഫ്റ്റ് ആണ്, അതേപോലെ തന്നെ പോറസുമാണ്. സോഫ്റ്റുമാണ്, പോറസുമാണ്. അതിനെന്ത് ചെയ്യാൻ പറ്റില്ല, ഇത് അത്ര ഹെവി ലോഡുകളൊന്നും എടുക്കാൻ പറ്റിയ
ഒരു മെറ്റീരിയൽ അല്ല എർത്തൺവെയർ എന്ന് പറയുന്നത്. എർത്തൺവെയറിന്റെ ബെസ്റ്റ് ഒരു എക്സാമ്പിൾ ആണ് ടെറാക്കോട്ട എന്നുള്ള ക്ലേ മെറ്റീരിയൽ ആണ്. ക്ലേ പോട്ടുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ടെറാക്കോട്ട എർത്തൺവെയറുകൾ നമ്മൾ ഉപയോഗിക്കുന്നത് ഡ്രെയിൻ പൈപ്പ് ആയിട്ടും അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ കേബിളിന്റെ കോൺഡ്യൂട്ട് ആയിട്ടൊക്കെയാണ് നമ്മൾ എർത്തൺവെയറുകൾ ഉപയോഗിക്കുന്നത്. ഇനി എന്ത് ഈ എർത്തൺവെയറിന്റെ പുറത്തൂടെയും അതേപോലെ തന്നെ അകത്തൂടെയും നമ്മൾ എന്ത് ചെയ്യും, ഇതിനെ ഗ്ലേസ് ചെയ്യും. ഗ്ലേസ് ചെയ്യണ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് അതിന് കളർ കിട്ടണം. നമുക്കറിയാം ക്ലേ കളർ മാറി നമുക്ക് ആവശ്യമായിട്ടുള്ള കളർ ഏതാണോ ആ കളർ കിട്ടാൻ വേണ്ടിയിട്ടും, അതേപോലെ തന്നെ ഡെക്കറേറ്റീവ് പർപ്പസിന് വേണ്ടി നല്ലൊരു അപ്പിയറൻസ് കിട്ടാൻ വേണ്ടിയിട്ടും, മൂന്നാമത്തത് അത് വളരെ ഇംപെർവിയസ് ആവാൻ വേണ്ടിയിട്ടുമാണ് എന്ത് ചെയ്തിരിക്കുന്നത് ഗ്ലേസിങ് കൊടുത്തുള്ളത്. എന്തിനാ ഇംപെർവിയസ് ആവണേ? ഇംപെർവിയസ് എന്ന് പറഞ്ഞാൽ വെള്ളമോ അല്ലെങ്കിൽ എന്തെങ്കിലും ലിക്വിഡ് അതിനകത്തോട്ട് ഒഴിച്ചു കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യാൻ പാടില്ല, പുറത്തൂടെ അതിന്റെ സർഫസിലൂടെ എന്ത് ചെയ്യാൻ പാടില്ല, പുറത്തു വരാൻ പാടില്ല. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഗ്ലേസിംഗ് എന്ന് പറഞ്ഞ മെത്തേഡ് ചെയ്യും. ഗ്ലേസിംഗ് പുറത്തൂടെയും ചെയ്യും അകത്തൂടെയും ചെയ്യും. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും, അതിന് ലിക്വിഡ്സിനെ ഹോൾഡ് ചെയ്ത് നിർത്താൻ ഉള്ള കപ്പാസിറ്റി വരും. അല്ലെങ്കിൽ വാട്ടർ പ്രൂഫിങ്ങിന് ഉള്ള കപ്പാസിറ്റി എന്തിനു വരും, ഗ്ലേസിംഗ് ചെയ്ത് കഴിഞ്ഞാൽ എർത്തൺവെയറുകൾക്ക് വരും. ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഗ്ലേസിംഗ് നമ്മൾ ചെയ്യുന്നത് ഇംപെർവിയസ് ആവാൻ വേണ്ടിയിട്ടാണ്. ക്ലേ മെറ്റീരിയൽ ഇംപെർവിയസ് ആവാനോ കളറിനോ ഡെക്കറേറ്റീവ് പർപ്പസിനോ വേണ്ടിയിട്ടാണ് നമ്മൾ ഗ്ലേസിംഗ് ചെയ്യാറുള്ളത്. ഓക്കെ, അപ്പൊ ഇത്രയും ഭാഗം എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ദി വീഡിയോ.